ഗുരുദേവൻ മാത്രമല്ല, ഭാരതീയ സന്യാസി പരമ്പരകളിൽപ്പെട്ട ഒരു സന്യാസിയെയും ഒരു മതത്തിൻ്റെയും നമുക്ക് കോളത്തിൽ തിളയ്ക്കാൻ പറ്റില്ല. കാരണം സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുമ്പോൾ സത്യാന്വേഷണമാണ്. ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയപ്പെടുന്നത്, ആ സത്യത്തെ തേടിയുള്ള യാത്രയാണ് ഈ ഋഷീശ്വരന്മാർ ചെയ്യുന്നത്, സന്യാസിമാരൊക്കെ ചെയ്യും. അങ്ങനെ ആ സത്യം അറിഞ്ഞവരെ ബ്രഹ്മജ്ഞാനികൾ, ആത്മജ്ഞാനികൾ എന്ന് പറയും. അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അത് നീ തന്നെയാണ് എന്ന് കണ്ടെത്തുന്നത് ആ സത്യം തിരിച്ചറിയുമ്പോഴാണ്. അങ്ങനെ സത്യം തിരിച്ചറിയുന്നവർ, അവർക്ക് മതമില്ല, ജാതിയില്ല, അവർക്ക് ലിംഗഭേദമില്ല, വർണ്ണവ്യത്യാസങ്ങളില്ല, ഭാഷ വ്യത്യാസങ്ങളില്ല, ഒരു വ്യത്യാസമില്ല. കാരണം അവർ തിരിച്ചറിയുന്നത് ഇതെല്ലാം ഒരേ ഒരു ചൈതന്യത്തിന്റെ അംശമാണ് എന്നാണ്. അപ്പോ ഇത് മുഴുവൻ ബ്രഹ്മമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ജാതി എവിടെ, മതം എവിടെ, വർഗം എവിടെ, വർണ്ണം എവിടെ, ലിംഗം എവിടെ? ഇതെല്ലാം ഈശ്വരനാണ്. അങ്ങനെ എത്തിയ ഒരാൾക്ക് പിന്നെ മതത്തിന് വേണ്ടി വാദിക്കാൻ പറ്റുമോ, ജാതിക്ക് വേണ്ടി വാദിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള വിശ്വാസവും സത്യാന്വേഷണവും ഹിന്ദു ധർമ്മത്തിൽ മാത്രമാണുള്ളത്. അതായത് പറയുന്നതിന്റെ അർത്ഥം അവരൊരിക്കലും ഹിന്ദു ധർമ്മത്തെ തള്ളി പറഞ്ഞിട്ടില്ല എന്നാണ്. ഞാൻ അതാണ് പറഞ്ഞത്. അതായത് അങ്ങനെ നോക്കുമ്പോൾ ഹിന്ദു ധർമ്മത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ അതിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് ഒരിക്കലും ആ ആത്മജ്ഞാനം നേടിയ ആളുകൾ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ആളാവില്ല. അത് ഹിന്ദു ധർമ്മത്തിന്റെ സവിശേഷതയാണ്, സനാതന ധർമ്മത്തിന്റെ സവിശേഷത. അതുകൊണ്ട് നാരായണ ഗുരുദേവൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ, ഗുരുദേവൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്നതാണ് സനാതന ധർമ്മം.